ജീവിതത്തിൽ ആദ്യമായി ഞങ്ങൾ രണ്ടുപേരും ഇന്നൊരു ഫസ്റ്റ് AC യാത്ര ചെയ്യുകയാണ്. നമസ്കാരം. തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ഉള്ളത്. ചെന്നൈയിൽ നിന്നും തിരുച്ചിറപ്പള്ളിയിലേക്ക് പോകുന്ന ചോഴൻ എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ 7:45 ഈ ചെന്നൈ എക്മോർന്ന്. സമയം ഇപ്പോൾ ഒരു 6:45 കഴിഞ്ഞതേ ഉള്ളൂ. ആകാശമൊക്കെ ഒരു മേഘാവൃതമായുള്ള ഒരു അന്തരീക്ഷമാണല്ലോ. മഴ വരുമോ? ഒരു മഴ പെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ രാവിലെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ. അതെ. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി പുറപ്പെടാൻ ഇനി 1 മണിക്കൂർ വിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ എവിടുന്നാന്ന് പറയാം വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ചെന്നൈ എക്മോറിലെ റിട്ടയർ റൂമിന്റെ ഈ ഒരു ഭാഗത്താണ്. അതായത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. ഇവിടെയാണ് ഡോർമെട്രി ഒക്കെ വരുന്നത്. നമ്മൾ അവിടെയാണ് കഴിഞ്ഞ ദിവസം താമസിച്ചത്. അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് റൂംസും എല്ലാം ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. കിടലിനാണ് ഇതാ അവിടത്തേക്ക് ടൗണും കാര്യങ്ങളൊക്കെ അവിടത്തേക്കുണ്ട്. എത്ര വണ്ടികൾ ഇപ്പോൾ ട്രെയിനൊക്കെ രാവിലെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു തിരക്കാണ് ഈ ഒരു കാണുന്നത്. നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നാണ് കൂടുതലും വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കണ്ട സ്ഥിതിക്ക് ഇനി അവിടത്തേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. ചോഴൻ എക്സ്പ്രസ് 7ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെടുക. അത് അവിടെ സ്ക്രീനിങ് ഉണ്ട്. എന്നാൽ പിന്നെ നേരെ 7ലോട്ട് പോവാം. നമ്മൾ പോകുന്ന ചോഴൻ എക്സ്പ്രസ് ഇതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റേക്ക് ഷെയറിംഗ് ഒക്കെ പറയാം. ഇത് ചെന്നൈ എക്മോർന്ന് മധുരയിലേക്ക് പോകുന്ന പാണ്ഡ്യൻ എക്സ്പ്രസ്, അങ്ങനെ ഒന്നുണ്ട്. 2 പറഞ്ഞാൽ ചെന്നൈ എക്മോർന്ന് ഞങ്ങളിന്ന് പോകുന്ന ട്രിച്ചിയിലേക്കുള്ള ചോഴൻ എക്സ്പ്രസ്. മറ്റൊരു വണ്ടിയുണ്ട് ചെന്നൈ എക്മോർന്ന് ട്രിച്ചിയിലേക്ക് പോകുന്ന റോക്ക് ഫോർട്ട് എക്സ്പ്രസ്. 3 വണ്ടിയായിട്ട് ഇത് റേക്ക് ഷെയറിംഗ് ഉണ്ട്. ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ് ആണ് S1. ഇത് കഴിഞ്ഞാണ് പിന്നെ B6 ആയി, 3rd AC ആയി. നമ്മുടെ അപ്പോൾ ഏറ്റവും പുറകിലാണ് ഉണ്ടാവുക. അങ്ങ് അവിടെ ജനറൽ ക്ലാസ് ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ജനറേറ്റർ കാറായി, അതായത് ട്രെയിൻ കഴിഞ്ഞ് ഇവിടെയാണ് നമ്മുടെ H1 ഫസ്റ്റ് AC വരുന്നത്. നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത് ചെന്നൈ എക്മോർ ട്രിച്ചി 22675 ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കോച്ചിലേക്ക് കയറാം. ഫസ്റ്റ് AC ഇവിടെ കയറുമ്പോൾ തന്നെ ഓരോരോ ഇതിൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. ഫസ്റ്റ് ACയിലേക്ക് കയറാം. നല്ല കൂളിംഗ് ആയിട്ടുണ്ട്. നമ്മുടെ ഇത് വരുന്നത് D ആണ്. ഇത് ഈ Dയിൽ ഒരു കൂപ്പ തന്നെ നമുക്ക് കിട്ടിയത്. നമ്മൾ ആഗ്രഹിച്ചതന്നെ കിട്ടിയില്ലേ. ഒരു റൂമിൽ നമ്മൾ രണ്ടുപേരും മാത്രം. അടിപൊളി. ഇനിയിപ്പോ ഇതാ എല്ലാം നമ്മുടെ ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഡോർ ക്ലോസ് ചെയ്യൂ. വാതിൽ അടച്ചു കഴിഞ്ഞാൽ അത് ലോക്ക് ചെയ്യേണ്ട ഓപ്ഷനും ഇവിടെ ഉണ്ട്. അവിടെ ലോക്ക് ചെയ്ത് അതുപോലെ തന്നെ ഈ മുകളിലും ഉണ്ട്. ഇവിടെ ഉണ്ട് 2 ലോക്ക് ഉണ്ട്. അതുകൊണ്ട് ഇട്ടാൽ ഫുൾ പ്രൈവസി ആയി. മാത്രമല്ല ഇനിയിപ്പോ ഈ ഒരു കൂപ്പേന്റെ ഒരു സവിശേഷതകൾ കാണണ്ടേ. ഇവിടെ വലിയൊരു ബെർത്ത് തന്നെയാണ്. 2nd AC 3rd AC അപേക്ഷിച്ച് നല്ല ബെർത്ത് തന്നെയാണ് കേട്ടോ. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമുക്ക് പില്ലോയും ഇതൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നല്ല അടിപൊളി കവറിങ് ഒക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ താഴോട്ട് വരുവാണെങ്കിൽ ഇതെങ്ങനെ താക്കേണ്ടതെന്ന് അറിയാം. ഇത് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. അത് ഇങ്ങോട്ട് റിലീസ് ചെയ്താൽ നമുക്കിത് ഇവിടുന്ന് ഇങ്ങോട്ടേ ഇത് ഫ്ലാറ്റ് ആക്കിയിട്ട് നമുക്ക് ഇവിടെ കിടത്താം. അതായത് ഇതിന്റെ വീതി നിങ്ങളൊന്ന് നോക്കിയേ. നല്ല വീതി ഉണ്ട്. നല്ല വീതിയാ. അതുപോലെ തന്നെ ഇതിപ്പോ ഈ മുകളിലേക്ക് കയറേണ്ട ഇവിടെ ഇങ്ങനെ നേരെ കയറുന്ന വേണ്ട. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് ഈ സ്റ്റെപ്പ് ചവിട്ടി മേലെ കയറി ഇവിടെ കിടക്കാം. അവിടെ ഒരു നമ്മളെ വെള്ളം വെക്കേണ്ട ഒരു ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഇതുണ്ട്. പിന്നെ ഒരു ലൈറ്റ് ഉണ്ട്. ഇത് നമ്മുടെ ഇതിലത്തെ ഇതാണ്. അതായത് ഈ ഒരു നമ്മുടെ സ്പീക്കറാണ്. ഈ നമ്മുടെ രാജധാനി എക്സ്പ്രസിനൊക്കെ എവിടെ എത്തിയെന്നെല്ലാം മറ്റേ ഓരോരോ അനൗൺസ്മെന്റ്. അതിപ്പോ ഈ ഒരു ട്രെയിനിൽ ഉണ്ടാവും തോന്നുന്നില്ല അല്ലേ. ഇത് പിന്നെ ഉണ്ടാവുന്ന തോന്നില്ല. അതുപോലെ തന്നെ ഇവിടെയുണ്ട് ചാർജിങ് സോക്കറ്റ് 2 ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന ഈ ഒരു പുതപ്പൊക്കെ ഒരു ഡിഫറെന്റ് ആണ് അല്ലേ. അപ്പൊ പിന്നെ ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കേണ്ട ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ ഡസ്റ്റ്ബിൻ ഉണ്ട്. ഓവറോൾ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ആഡിന്റെ ഇതുണ്ട്. പൊതുവെ ഉണ്ടല്ലോ എല്ലാ ഫസ്റ്റ് ACയിലും അത്യാവശ്യം നല്ല ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും. ഇവിടെ വലിയ ഫോട്ടോ ഒന്നും കാണുന്നില്ല. ചില ഫസ്റ്റ് ACയിൽ ഇവിടെ തന്നെ നല്ല വലിയ മിററും ഉണ്ടാവും. പക്ഷെ എന്ത് പറഞ്ഞാലുണ്ടല്ലോ ഫസ്റ്റ് AC എന്ന് വെച്ചാൽ അതിനകത്ത് നല്ലൊരു പ്രൈവസിനാണ്. ഇതിപ്പോ ഞങ്ങൾക്ക് 2 പേർക്കുള്ള സംഭവം മാത്രം. ഇനിയിപ്പോ 4 പേർക്കുള്ള അത് അപ്പുറത്താണ്. അതുകൊണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ഫസ്റ്റ് ACന്റെ വഴി കണ്ടതാ എന്താ അടിപൊളി അല്ലേ. നമ്മളിതാണ് D ആണ്. ഇതിലൊരു ക്യാബിൻ നമുക്ക് പോയി കാണാം. ഈ F എന്ന് പറയുന്നൊരു ക്യാബിൻ 4 പേർക്ക് യാത്ര ചെയ്യേണ്ട ഒരു മുറി തന്നെ നമുക്ക് പറയാം. അടിപൊളിയാണ് കേട്ടോ. ഇതാ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നല്ല വൃത്തിയാണ്. ഇപ്പോൾ അവർ നല്ല രീതിയിൽ ഒന്നും കൂടെ വന്ന് ക്ലീൻ ചെയ്ത് പോയതേ ഉള്ളൂ. നല്ല ഇവിടെയും എല്ലാം പറഞ്ഞ പോലെ ഡസ്റ്റ്ബിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന ഫസ്റ്റ് AC ഇതാ പുറകിൽ തന്നെ ഉണ്ട്. ഈ ഫസ്റ്റ് ACയിൽ ഞങ്ങൾ രണ്ടുപേരും യാത്ര ചെയ്യുമ്പം നിങ്ങളോട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ആദ്യം ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തത് ജനറൽ ക്ലാസ്സിലാണ്. പിന്നെ അത് ജനറൽ നിന്നൊക്കെ മാറി സ്ലീപ്പറായി. സ്ലീപ്പർ എന്നൊക്കെ മാറി പിന്നെ അത് 3rd AC ആയി. 3rd AC അതൊക്കെ മാറി പിന്നെ 2nd AC ആയി. ഇപ്പോൾ ഇതാ ഫൈനലി ഒരുപാട് നാളത്തെ ആഗ്രഹം, ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ഒടുവിൽ ഇപ്പം
ഫസ്റ്റ് AC യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏതൊരു സമയത്തായാലും നമുക്കത് നടക്കുമെന്ന് ഇപ്പോൾ ഉറപ്പായി. അതിന് വേറെ ഒന്നല്ല ചെയ്യേണ്ടത്, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. സത്യം. കാരണം അതിന് എന്താ പറയുക, ആ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. നമ്മൾ ഒരാളുടെയും, അതായത് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അവരുടെ ആരുടെയും പൈസ എടുത്തിട്ട് നല്ല യാത്ര ചെയ്യുന്നു, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ പൈസയിൽ ഞങ്ങൾ തന്നെ യാത്ര ചെയ്യുന്നു. അതെ. ഇനിയിപ്പോൾ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് കാണാൻ വേണ്ടി പോവുകയാണ്. ഇത് ഹൈദരാബാദിൽ നിന്ന് താമ്പരത്തേക്ക് പോകുന്ന ചാർമിനാർ എക്സ്പ്രസ് ആയത്. ലോക്കോമോട്ടീവ് ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് വരുന്നത് WIP7 ആണ്. റയാപുരത്തിൻ്റെ ആണ് ലോക്കോമോട്ടീവ് വരുന്നത്. അപ്പോൾ മിനി ട്രിച്ചി വരെ ഈ ഒരു ലോക്കോമോട്ടീവ് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഏറ്റവും പുറകിലേക്ക് പോകണം. ഫസ്റ്റ് AC ഏറ്റവും പുറകിലാണല്ലോ. ഇവിടെ ഇതൊരു നെയ്മിൻ്റെ എല്ലാം സൂപ്പർ ഫാസ്റ്റാണ്. 3 വണ്ടികളും നേരെ പുറകെ വരെ നടന്നു പോകാം. ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 7:45 തന്നെ ചോഴൻ എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓൺ ടൈം. കാണുന്ന വണ്ടിയില്ലേ, അത് തൂത്തുക്കുടിയിൽ നിന്ന് ചെന്നൈ മോറിലേക്ക് വന്ന പേൾ സിറ്റി എക്സ്പ്രസ്. ഈ ഒരു ഫസ്റ്റ് AC ഇവിടുത്തെ വാഷ് ബേസിൻ്റെ ഇവിടെയൊക്കെ നല്ല വൃത്തി തന്നെയാണ്. പിന്നെ ഇവിടെ ഹാൻഡ് വാഷ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആ അകത്തേക്ക് തന്നെ കയറി പോവാം. നവീൻ ഇതിൻ്റെ അകത്തുണ്ടാവും. നവീൻ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് തന്നെ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം വാങ്ങിച്ചിട്ടാ. ഈ ഫസ്റ്റ് AC ഈ ഒരു ഗ്ലാസ് ഇല്ലേ, നല്ല വൃത്തിയുണ്ട്, നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് അവർ. താമ്പരം റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വണ്ടി പോവുകയാണ്. താമ്പരത്തെത്താനായി. അപ്പം നമുക്കൊന്ന് പോവാം ജസ്റ്റ് പുറത്തേക്ക്. ട്രെയിൻ ഇതാ താമ്പരത്തെത്തിയിരിക്കുകയാണ്. താമ്പരം കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കാന്ന് വെച്ചു. പിന്നെ എല്ലാ ക്ലാസ്സിലും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതിൽ ഞങ്ങൾക്ക് കണ്ടൊരു പ്രശ്നം, എങ്ങനെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കും, അതാണ്. എത്രയാ ഗ്യാപ്പ് നോക്കിയേ. ഇങ്ങനെ ഇരിക്കുവാണ്, ഇങ്ങനെ വേണം കഴിക്കാൻ വേണ്ടി. ഒരുപാട് ഗ്യാപ്പ് ഇവിടെ വരുന്നുണ്ട്. അതെ. പിന്നെ അതുപോലെ തന്നെ 2 പേർക്ക് ഒരുമിച്ച് കഴിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ കയ്യിലെടുത്ത് കഴിക്കുക, അല്ലാതെ വേറൊരു നിവൃത്തിയില്ല. അതെ. ട്രെയിൻ ഇപ്പൊ ചെങ്കൽപ്പട്ടു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായി. ചെന്നൈ ബീച്ചിലോട്ട് പോകുന്ന ലോക്കൽ ട്രെയിൻ. ചെങ്കൽപ്പട്ടു തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്. ചെങ്കൽപ്പട്ടു ജംഗ്ഷൻ. ഇവിടെ വണ്ടിക്ക് 1 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. ഈ രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും.
ഈ ഒരു ഫസ്റ്റ് ഏസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ചെന്നൈ എഗ്മോറിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്കാണ് നമ്മൾ ബുക്ക് ചെയ്തത് ഫസ്റ്റ് ഏസിക്ക്. നമുക്ക് ഒരാൾക്ക് 1695 രൂപയാണ് ഈ ഒരു പറയുന്ന ചോളൻ എക്സ്പ്രസിലെ ഫസ്റ്റ് ഏസിക്ക് ആയത്. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിനൊന്നും തത്കാൽ ടിക്കറ്റിംഗ് ഒന്നും ഇല്ല. അതായത് നമുക്ക് നോർമലി ഇല്ല ബുക്കിംഗ് മാത്രമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ നമ്മളിപ്പോൾ തലേ ദിവസം തത്കാൽ ടിക്കറ്റ് ഒക്കെ നോക്കുമല്ലോ, പ്രീമിയം തത്കാലൊക്കെ നോക്കുമല്ലോ, അതൊന്നും ഫസ്റ്റ് ഏസിക്ക് കിട്ടൂല. പിന്നെ ഈ ഒരു ഫസ്റ്റ് ഏസി ബുക്ക് ചെയ്യുമ്പം പലരും ഫസ്റ്റ് ഏസി ബുക്ക് ചെയ്യും, അതിന് ശേഷം ടിക്കറ്റ് ഒക്കെ ബുക്ക് ആയതിനു ശേഷം പറയും അയ്യോ എനിക്ക് ഫസ്റ്റ് ഏസിയിൽ ബെർത്ത് എവിടെയാണെന്ന് കാണിച്ചില്ലല്ലോ, അത് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നതിന്, അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഉണ്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാം, ഫസ്റ്റ് ഏസി ടിക്കറ്റ് ബുക്ക് ചെയ്താലും നമുക്ക് ഫോണിലേക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ബെർത്ത് നമ്പർ കാണാനായിട്ട് സാധിക്കൂല. അതായത് അവൈലബിലിറ്റി ഉണ്ടാകുന്ന സമയത്ത് തന്നെ ബുക്ക് ചെയ്താൽ അത് CNF കൺഫേം ആയ CNF എന്ന് മാത്രമേ കാണിക്കൂല. നമുക്ക് ഇതുപോലെ തന്നെ ബെർത്ത് നമ്പർ ഒന്നും കിട്ടൂല. ആ ബെർത്ത് നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ ട്രെയിൻ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുന്നേ ആണല്ലോ ചാർട്ട് പ്രിപ്പയർഡ് ആകുന്നത്. ആ ചാർട്ട് പ്രിപ്പയർഡ് ആവാണ് നമുക്ക് ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഫസ്റ്റ് ഏസിൽ എവിടെയാണ് സീറ്റ് നമ്പർ അല്ലെങ്കിൽ ബെർത്ത് നമ്പർ എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ഫസ്റ്റ് ഏസിൽ വരുമ്പോൾ കൂപ്പയും ക്യാബിൻ, 4 ആൾക്ക് പോകേണ്ടതാണ് ക്യാബിൻ, 2 ആൾക്ക് പോകേണ്ടത് കൂപ്പേ. നമുക്കിപ്പോ കൂപ്പേ കിട്ടിയത് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ കൂപ്പേ പ്രിഫറൻസ് കൊടുത്തായിരുന്നു. പക്ഷെ എന്നാലും ചില വണ്ടികളിൽ HA1 കാണും, അതായത് ഫസ്റ്റ് AC കം സെക്കൻഡ് AC, അതിലേക്ക് പകുതി സെക്കൻഡ് ACയും ഫസ്റ്റ് AC ഉണ്ടാവുക. അപ്പൊ അതിലാകെ ഒരു കൂപ്പയും 2 ക്യാബിനും ഉണ്ടാവുക. അങ്ങനെ വരുമ്പം നമ്മൾ ചിലപ്പോൾ കൂപ്പ കൊടുത്താൽ നമുക്ക് കിട്ടണമെന്നില്ല. അല്ല, അത് വേറൊരു കാര്യം കൂടി ഉണ്ട് വരാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം കൂടുതൽ കപ്പിൾസിനായിട്ട് പോകാനാണ് എന്താ പറയാ ഇത് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അതായത് ഇപ്പൊ എന്താ ഒരു വൈഫും ഒരു ഹസ്ബൻഡും കൂടിയിട്ട് ഇപ്പൊ ഡൽഹിയിലൊക്കെ പോകുന്ന കൂട്ടിക്കോ നമ്മുടെ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്താല്. അപ്പൊ അങ്ങനെ ഒരു 2 പേര് അപ്പം ഇതേപോലത്തെ നമ്മുടെ ഈ വരുന്ന കൂപ്പ ഒരു 2 ഉള്ളൂ എന്ന് കൂട്ടിക്കോ. അവര് 2 പേരുണ്ട്. ഇപ്പൊ ഞാനും മനും 3ാമതായിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത് കൂട്ടിക്കോ. അവർക്ക് മാത്രമേ ഇമ്പോർട്ടന്റ് കൊടുക്കുള്ളൂ, നമുക്ക് കിട്ടൂല. അതാണ് നമുക്ക് കിട്ടും, നമുക്ക് ക്യാബിനിലോട്ട് കിട്ടും. അതെ. ട്രെയിൻ വിഴുപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 കിലോമീറ്റർ ഉണ്ടാവും സ്റ്റേഷനിലേക്ക്. പിന്നെ നമ്മുടെ ഈ ഫസ്റ്റ് ACന്റെ ഈ ഒരു ഭാഗത്തുനിന്നൊക്കെ നമുക്ക് പുറത്തേക്കൊക്കെ നോക്കാം. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്, കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു സ്റ്റേഷൻ എത്തുന്നത് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പം ഇവിടെ ആയിരിക്കും പ്ലാറ്റ്ഫോം വരിക. വിഴുപ്പുറം ജംഗ്ഷൻ. സമയം ഇപ്പോൾ 10:15. 10:15 ഇപ്പോൾ വിഴുപ്പുറത്തെത്തുന്നത്. നമ്മുടെ വണ്ടി എന്തായാലും ഇവിടെ നിൽക്കുള്ളൂ, അധികം പോകില്ലല്ലോ. ഇവിടെ തന്നെ നെയിം ബോർഡ്. വിഴുപ്പുറത്ത് നമ്മുടെ വണ്ടി എത്തി. ഇവിടെ 10:20 എത്തിയിട്ട് 10:25 എടുക്കേണ്ട വണ്ടി, അതായത് 5 മിനിറ്റാണ് ഇവിടെ ഹോൾട്ട്. ഇവിടെ ബിഫോർ ടൈം 10:15 തന്നെ നമ്മുടെ വണ്ടി എത്തി. ഈ ഫസ്റ്റ് ACന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണല്ലോ ജനറൽ ക്ലാസ് ഉള്ളത്. അതുകൊണ്ട് അത് ജനറലൊക്കെ നല്ല തിരക്കാണ്. പിന്നെ നമ്മുടെ വണ്ടീൻ്റെ ആഡ് നോക്കിയതാ എന്തായാലേ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ തന്നെ വലിയതായിട്ട് വിഴുപ്പുറം ജംഗ്ഷൻ എന്നൊക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ചോളൻ എക്സ്പ്രസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വണ്ടി പോകുന്നത് ഈസ്റ്റ് ഡെൽറ്റ പ്രദേശത്തെ കൂടെയൊക്കെയാണ്. അതായത് മയിലാടുംതുറ, കുംഭകോണം, തഞ്ചാവൂർ വഴിയാണ് പോകുന്നത്. അതായത് ഇവിടുന്ന് വിഴുപ്പുറത്തുനിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്ക് 242 കിലോമീറ്റർ ആണ് ഇവിടുന്ന് വരുന്നത്. സാധാരണ മറ്റു ട്രെയിനുകളൊന്നും പോകുന്നത് ഈ റൂട്ടിലല്ല. അതൊക്കെ പോകുന്നത് ഇവിടുന്ന് വിഴുപ്പുറത്ത് നേരെ വൃദ്ധാചലം വഴി തിരുച്ചിറപ്പള്ളി. അത് 178 കിലോമീറ്റർ മാത്രമേ അത് വഴിയുള്ളൂ. അപ്പൊ അതായത് നമ്മുടെ ഈ പോകുന്ന റൂട്ടാണ് കൂടുതൽ കിലോമീറ്റർ വരുന്നത്. അതുപോലെ തന്നെ ഈ വിഴുപ്പുറം ജംഗ്ഷൻ അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. അതായത് ഒരുപാട് റൂട്ടുകൾ ഇവിടുന്ന് പോകുന്നുണ്ട്. ഒന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വന്ന ചെന്നൈയിൽ നിന്ന്, 2ാമത് വൃദ്ധാചലം, 3ാമത് പുതുച്ചേരി, 4ാമത് തിരുവണ്ണാമലൈ, 5ാമത് നമ്മൾ പോകുന്ന മയിലാടുംതുറ. അത്യാവശ്യം വലിയൊരു ജംഗ്ഷനാണെന്ന് പറയാം. ഇതാണ് പുതുച്ചേരിയിലേക്കുള്ള റൂട്ട്. ഇവിടുന്ന് 37 കിലോമീറ്റർ ഉണ്ട് പുതുച്ചേരിയിലേക്ക്. ഇങ്ങനെ വളഞ്ഞു പോകുന്നത്. ഇനി ശരിക്കും പറഞ്ഞാൽ ഇത് നേരെ പോകുന്നത് വൃദ്ധാചലം ആ റൂട്ടിലേക്കാണ്. നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ആദ്യമേ മയിലാടുതുറയിലേക്കില്ല റൂട്ടിലേക്ക് തെറ്റും. അത് നേരെ പുതുച്ചേരി. ഈ കാണുന്ന റൂട്ടില്ലേ നേരെ വൃദ്ധാചലം വഴി ട്രിച്ചിയിലേക്ക് പോകുന്നത്. ഈ
ഈ ഒരു ഫസ്റ്റ് AC യാത്ര ചെയ്തിട്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയത്. നല്ല കംഫർട്ടാണ്. നമുക്ക് യാത്രാ സുഖം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കുന്നതിന്റെ അപ്പുറത്താണ്. കാരണം വേറൊരു ആൾക്കാരുമായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മുടെ കാര്യമായി, അത് മാത്രമേ ഉള്ളൂ. നല്ല പ്രൈവസിയാണ്. ഈ പറഞ്ഞ നമ്മള് നോർത്ത് ഇന്ത്യ ഭാഗത്തേക്ക് പോകുന്ന ഒരുപാട് ട്രെയിനുകളൊക്കെ ഫസ്റ്റ് AC ഉണ്ട്. അതിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഉപകാരമാണ്. കാരണം വേറെ ആരുടെ ഉപദ്രവം ഒന്നും നമുക്ക് ഉണ്ടാവില്ല. കാരണം ഒരുപാട് പൈസ ഒക്കെ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട് ഒരുപാട്. കാരണം നമ്മളൊക്കെ അനുഭവിച്ചാണ്. അപ്പൊ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ പോവാം. അതൊക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് വെച്ചാൽ ഇതിൽ വേറെ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് മറ്റു യാത്രക്കാരായിട്ട് ഒരു എന്താ പറയാ ഒരു സമ്പർക്കം ഉണ്ടാവില്ല. കാരണം നമ്മള് കാമായിട്ടാണ് ഇതിനകത്തിരിക്കാൻ. അതായത് നമ്മളെ യാത്ര എന്ന് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് മറ്റുള്ളവരോട് എന്തെങ്കിലും സംസാരിക്കണം. അതിന്റെ അപ്പുറത്ത് റൂംസ്, അതായത് നമ്മുടെ ക്യാബിനും കൂപ്പയൊക്കെ ഉണ്ടെങ്കിലും പോലും അതൊക്കെ തുറന്നിട്ട് വേണ്ടേ അവരോട് സംസാരിക്കാൻ. അല്ല, അതിന്റെ വിഷയം നമ്മളെ പോലെ തന്നെ അവർ ഇതേപോലെ തന്നെ എല്ലാം ലോക്ക് ചെയ്ത് അവരുടെ കാര്യമായി. വേറെ പാസഞ്ചർ ആയിട്ട് ഒരു എന്താ പറയാ ഒരു ഇതില്ല. അതായത് നമ്മള് സ്ലീപ്പറും AC യാത്ര ചെയ്യുമ്പോൾ നമ്മളോട് മലയാളീസ് തന്നെ ആയാലും ഇനിയിപ്പോ ഏത് ഭാഷക്കാരായാലും തന്നെ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചാണല്ലോ പിന്നെ ഒരു ഫ്രണ്ടൊക്കെ ആവുന്നത്. അതെ, ജനറലിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. തേർഡ് AC സ്ലീപ്പർ ഒക്കെ ആണെങ്കിൽ റിസർവേഷൻ ചെയ്ത് പോകുന്ന സമയത്താണെങ്കിൽ ഇതേപോലെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞങ്ങ് പോകും. പക്ഷെ അത് നമുക്ക് ഫസ്റ്റ് AC കാണൂല. പിന്നെ ഈ ഒരു ഫസ്റ്റ് AC കോച്ചില് ഇവിടെ കയറുന്ന ഇവിടെ H1 എന്നുള്ള കോച്ച് നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. CCTV ക്യാമറ ഇവിടെയുണ്ട്, ഇത് ഇവിടെയുണ്ട്, 2 സ്ഥലത്തും ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു വെൽക്കം ഉണ്ട്. പിന്നെ ഇതൊക്കെ മൊത്തം പിന്നെ ആഡ് ഒരുപാടുണ്ട് ഈ വണ്ടിക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലൈറ്റിൻ്റെ ഒക്കെ സ്വിച്ചാണ് ഇവിടെ. ഇത് ഓഫാക്കി കഴിഞ്ഞാൽ ഇത് ഓഫാവും. ഇപ്പം രാത്രിക്കൊക്കെ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഓഫാക്കാം. നമ്മളിത് ഇതാണ്. ഇവിടുന്ന് നല്ല വ്യൂ ഒക്കെ കിട്ടും. ഈ ഒരു കൃഷി അങ്ങ് അവിടം വരെ ഉണ്ട് കേട്ടതാ, ഒരുപാടുണ്ട് ഇത്. അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഏകദേശം എത്താനായി തോന്നുന്നു. വണ്ടി ഇപ്പൊ സ്ലോ ആയിട്ടാ പോകുന്നത്. ട്രെയിനിന്റെ ഹോണടി ഒന്നും കേൾക്കുന്നില്ല, കാരണം ഏറ്റവും പുറകിലല്ലേ ഉള്ളത്. ലെവൽ ക്രോസിങ്. ഏതോ ഒരു സ്റ്റേഷനിലെത്തി. ഇവിടെ സ്റ്റോപ്പില്ല. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും വണ്ടിക്കുള്ള ക്രോസിങ് ആയിരിക്കുമോ എന്നൊരു ഡൗട്ടുണ്ട്. നടുക്കാണുള്ളത്. ഇല്ല, വണ്ടി എടുത്ത് എത്തിയില്ല. ട്രെയിൻ ഇപ്പൊ ചിദംബരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ തിരികെയാണ്. ചിദംബരം, അവിടെ അതേ ബോർഡ്. ഇപ്പൊ ഇതാ ട്രെയിൻ ചിദംബരത്തെത്തി. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങാനുണ്ട്. ജനറൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വരുന്നതാ. ഈ ഒരു ചോളൻ എക്സ്പ്രസ്സിൽ പാൻട്രി കാർ ഇല്ലാത്തത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇത് ഇവിടത്തേക്ക് തന്നെ ഒരു വെള്ളം പോലും കൊണ്ട് ആരും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വണ്ടി നമ്മുടെ കോച്ച് ഏറ്റവും ഫസ്റ്റ് AC ഏറ്റവും പിറകിലാണല്ലോ. എത്തിപ്പെടാൻ കച്ചവടക്കാർക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ അതുകൊണ്ടാണ്. പിന്നെ ഓൺ ബോർഡ് കാറ്ററിംഗ് ഉണ്ട് വിചാരിക്കാം. കാരണം ഈ അടുത്ത സ്റ്റോപ്പ് മയിലാടുംതുറയാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. പക്ഷേ നമ്മൾ സ്ലീപ്പറിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ബിരിയാണി ആയാലും ചപ്പാത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഫസ്റ്റ് AC ഭാഗത്തേക്ക് ഒന്നും തന്നെ വരുന്നില്ല. അതെ അതെ, അത് കിട്ടിയാൽ നമുക്ക് വാങ്ങാം. പിന്നെ തിരുച്ചിറപ്പള്ളി എത്തിയ ശേഷം നോക്കാം. ചിദംബരം റെയിൽവേ സ്റ്റേഷനിൽ 1 മിനിറ്റ് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ദേ എടുത്തു. ചിദംബരം ഒരു നല്ല കൂട്ടം ആൾക്കാർ തന്നെ ഇവിടെ ഇറങ്ങി. കൂടുതലും ആൾക്കാർ സ്ലീപ്പർ ഭാഗത്തുനിന്ന് ഇറങ്ങിയത്. നല്ല വ്യൂ ആണ്. അതുപോലെ തന്നെ ഇവിടെ നല്ല ഈ ഒരു സൗണ്ട് കേൾക്കുന്നില്ല നിങ്ങള്? LHP ഇതിലൊക്കെയുള്ള മെയിൻ ഒരു സൗണ്ട് തന്നെ ഇത്. നല്ല രസാ. ഇത് പനയാണ്. തമിഴ്നാട്ടിൽ നമ്മൾ ഏത് വഴി പോയാലും ഇതുപോലെ നല്ല കൃഷികൾ കാണാൻ പറ്റും.
ഇവിടെ ഒരു റിവർ വരുന്നുണ്ട്, കാവേരി റിവർ. ഈ കാവേരി റിവറിന്റെ വീതി നോക്കിക്കോ നിങ്ങൾ. ഇവിടുത്തെ ഇത് മയിലാടുതുറ റെയിൽവേ സ്റ്റേഷൻ എത്തി. വലിയൊരു റിവറാണ്, പക്ഷെ ഇവിടത്തെ വീതി ഉണ്ട് ആകെ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ തോട് പോലെ. എന്ത് വലിയ വീതിയില്ല റിവറാന്ന് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. മയിലാടുതുറയിൽ ഒട്ടും വീതിയില്ല. സമയം ഇപ്പൊ 12:40 മയിലാടുതുറൈ ജംഗ്ഷൻ. മയിലാടുതുറൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 3 മിനിറ്റിൻ്റെ അടുത്ത് നമ്മുടെ വണ്ടിക്ക് ഹോൾട്ട് ഉണ്ട്. പിന്നെ ഇതൊരു വലിയൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് തിരുവാരൂരിലേക്ക് ഒരു റൂട്ട് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ജംഗ്ഷൻ വന്നത്. ഇപ്പോൾ നമ്മൾ വന്ന റൂട്ടും പിന്നെ ഈ പറഞ്ഞ കുംഭകോണം തഞ്ചാവൂരിലേക്കുള്ള റൂട്ട് ഉള്ളതുകൊണ്ടാണ് ജംഗ്ഷൻ വന്നത്. അതെ, ഇതുവരെ ഭക്ഷണം നമ്മൾ നോക്കി ഒന്നും വന്നിട്ട് കാണുന്നില്ല. ഇപ്പം മഴ പെയ്യുന്നുണ്ട്, മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഇതേ നമ്മുടെ ഫസ്റ്റ് ഏസിലേക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങാനുണ്ടായിരുന്നു. ഞാൻ ചാർട്ടൊക്കെ നോക്കിയ സമയത്ത് അടുത്തൊരു സ്റ്റേഷനിൽ കുംഭകോണത്തും ഒരുപാട് ആൾക്കാർ ഇറങ്ങാനുണ്ട്, പിന്നെ ഇവിടെയും ഉണ്ട്. ഫസ്റ്റ് എ സിയിൽ നമുക്ക് ഇവിടെ റീഡിംഗ് ലൈറ്റ്സ് വരുന്നുണ്ട്, അപ്പറിൻ്റെ അവിടെ, ലോവറിൻ്റെ ഇതാ അങ്ങ് അവിടെയും വരുന്നുണ്ട്, പിന്നെ ചെയിൻ വരുന്നത് അവിടെയാണ്. പിന്നെ ഇതിലത്തെ ഈ ഒരു ഫസ്റ്റ് എ സിയിൽ കിട്ടുന്നൊരു കമ്പിളി ഇല്ലേ, അത് ഈ ഒരു ടൈപ്പാണ്. നമ്മുടെ നോർമലി സെക്കൻഡ് എ സിയിലും തേർഡ് എ സിയിലും കാണുന്ന പോലെയല്ല. അല്ല, അതൊരു കാപ്പി ഇത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നേ തൊട്ട് നോക്കുമ്പോൾ തന്നെ കുറച്ചും കൂടെ വ്യത്യാസം വരുന്നുണ്ട്. നല്ല എന്താ പറയാ, നല്ല വൃത്തിയുണ്ട് കാണുമ്പോൾ, നമുക്ക് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല പെട്ടെന്ന് തന്നെ. അതെ അതെ അതെ. അതുപോലെ തന്നെ ഇനിയിപ്പോ കുറച്ചു നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് കിടക്കാല്ലേ. അല്ല, ഇനി ഒരു 2 മണിക്കൂർ കൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടി. ഇപ്പം ഈ പറഞ്ഞ പോലെ കുംഭകോണം തഞ്ചാവൂരൊക്കെ കഴിഞ്ഞിട്ട് തിരുച്ചിറപ്പള്ളി എത്തുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഈ ഓൺബോർഡ് കാറ്ററിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് ഫുഡ് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ ഇതേപോലെ തന്നെ ചോളൻ എക്സ്പ്രസിൽ മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട്, തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ചെന്നൈ. ആ സമയത്ത് സ്ലീപ്പർ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്ലീപ്പർ ഇഷ്ടംപോലെ ഫുഡ് വരും എന്ന് വെച്ചാൽ ഈ ട്രെയിനിൽ ഇല്ലാന്നല്ല ഉദ്ദേശിച്ചത്, അത് വരും ഈ ഒരു ഫസ്റ്റ് എ സീറ്റ് പെറിലായതുകൊണ്ട് മാത്രം. ഇതിന്റെ അപ്പറിലേക്ക് കയറുന്ന വഴി നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, ഇവിടെ പിടിച്ച് കയറേണ്ട ഇതും ഉണ്ട്. ഇനിയിപ്പോ കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ഒരു കൂപ്പേന്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് അവിടെ നമ്മളെ കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ഇത് പ്രശ്നമില്ല കേട്ടാ, കുറച്ച് നല്ലോണം ഉണ്ട്. പിന്നെ എ സിന്റെ വെന്റ് ഇവിടെ തന്നെയാണ്, 2 AC വെന്റ് ഉണ്ട് ഇവിടെ. ഈ ഒരു വിൻഡോ പോർഷൻ ഉണ്ട്, അവിടെയും ഉണ്ട്. പിന്നെ ഇവിടെ ഇതാ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട്. രാത്രിക്ക് പെട്ടെന്ന് മറിഞ്ഞൊന്നും വീഴുന്നില്ല. അല്ല, നല്ല വീതി ഉണ്ട്, അതുകൊണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഫസ്റ്റ് എസിന്റെ ഈ ബർത്തിന്റെ വീതി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇത് ഇവിടെ തന്നെ പില്ലോയും ഒരു റോസ് ടൈപ്പിലാണ് നമ്മുടെ ഇതൊക്കെ വരുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം കമ്പിളി ആയാലും ഈ പറഞ്ഞ തലാണി ആയാലും ഈ പുതപ്പായാലും എല്ലാം വ്യത്യാസമുണ്ട്, കളറുണ്ട്. ഇനിയിപ്പം ലൈറ്റ് കൂടെ ഓഫാക്കി കുറച്ചു നേരം കിടക്കാം. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ വണ്ടി നിർത്തി. ഇവിടെ നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ചോളൻ എക്സ്പ്രസ് അതിപ്പോൾ ഇതിലൂടെ ക്രോസ് ചെയ്ത് പോകും. അപ്പോൾ ഇത് സിംഗിൾ ലൈൻ ആയതുകൊണ്ട് ക്രോസിംഗ് ആണ്. ആ വണ്ടി വരുന്നത് നമുക്ക് കാണാം. ട്രെയിൻ ഇപ്പോൾ കുംഭകോണം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ റിട്ടയർ റൂം എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഗാർഡ് അവിടെ നിന്ന് വിസിലടിച്ച് വണ്ടി ഇപ്പോൾ ഏകദേശം കാലിയായി തന്നെ പറയാം. ഇനിയിപ്പോൾ ട്രിച്ചിയിലേക്ക് ശരിക്കും ഞങ്ങൾ 2 പേരും മാത്രമേ ഈ ഒരു ഫസ്റ്റ് എ സിയിലുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലമാണ് കുംഭകോണം എന്ന് പറഞ്ഞാൽ. ഇവിടെ തന്നെ കുംഭകോണം തന്നെ ഉണ്ട് ധാരാസുരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട പ്രദേശങ്ങളാണ് അതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഗംഗൈകൊണ്ട ചോളപുരം ഫേമസ് ആണ്. ഇവിടുന്ന് ഒരു 34 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ എത്താം. നേരത്തെ പറഞ്ഞ ധാരാസുരം എന്ന് പറഞ്ഞാൽ അവിടെ ഐരാവതേശ്വര ടെമ്പിള്, ഇതൊക്കെ നല്ല നമ്മൾ എന്താ പറയാ ലൈഫിൽ ഒരു തവണ എന്താ പറയാ കാണേണ്ട ഒരു ക്ഷേത്രങ്ങൾ തന്നെയാണ്. ഞങ്ങൾ അതൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. വീഡിയോ ഒക്കെ എന്താ പറയാ ക്രമേണ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും വരുമോ ഇവിടെയൊക്കെ എന്തായാലും. പിന്നെ വേറൊരു കാര്യമുണ്ട് വരുമോ, ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഈ ഒരു ഭാഗത്ത് ഇറങ്ങാം. പക്ഷെ നമ്മൾ ഏറ്റവും പുറകിലായതുകൊണ്ടാണ് അവിടെ എത്താത്തത്. ജനറലിന്റെ ആയിരിക്കും, നമുക്ക് മാത്രം അവിടെ എത്താൻ വേണ്ടി പറ്റൂല. കുംഭകോണം റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം ഇത് ഇവിടെയുണ്ട്. ഇവിടെയും ഇതാ പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇതാ ഇവിടെയും ഇതാ. ഇനിയിപ്പോൾ ഇതിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയി.
ഇനി അടുത്തൊരു മെയിൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് തഞ്ചാവൂരാണ്. അതിന് മുന്നേ സ്റ്റോപ്പൊക്കെ ഉണ്ട്. മെയിൻ റെയിൽവേ സ്റ്റേഷൻ തഞ്ചാവൂർ. ഇപ്പം കുംഭകോണൊക്കെ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് നമ്മുടെ തന്നെ പോയിരിക്കാം. എന്താ ഈ ഒരു ക്യാബിലത്തെ ആൾക്കാരൊക്കെ നേരത്തെ പോയി. അവര് മയിലാടുതുറയിൽ നിന്ന് ഈ ഒരു ക്യാബിലത്തെ ആൾക്കാർ പോയി. നമ്മളിത് ഡി ഈ കാണുന്ന ലൈനില്ല, ഇത് കാരയ്ക്കൽ നാഗപട്ടണം വഴിയൊക്കെ വരുന്ന ആ ഒരു ലൈനാണ്. ഇപ്പം തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തഞ്ചാവൂർ ജംഗ്ഷൻ. ഈ തഞ്ചാവൂരും അതുപോലെ ഈ ഒരു ചോഴൻ എക്സ്പ്രസ് ഇല്ലേ, അതുമായിട്ടൊരു കണക്റ്റ് ഉണ്ട് കേട്ടാ. അതെന്താണെന്നൊക്കെ പറഞ്ഞുതരാം. നല്ല തിരക്കുണ്ട് ഇവിടുന്ന്. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമായത്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ട്രാക്കിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പെരിയ കോവിൽ, അതായത് ബിഗ് ടെമ്പിൾ, ചോഴ രാജാക്കന്മാർ നിർമ്മിച്ച ആ ഒരു ക്ഷേത്രം, ഇവിടുന്ന് കറക്റ്റ് ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. ഞങ്ങൾ 2 തവണ അവിടെ പോയിട്ടുണ്ട്, വീഡിയോയും ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഇവിടെ കുറേ നേരമായാലും ഇപ്പോൾ തന്നെ വണ്ടി നിർത്തിയിട്ട്. ട്രെയിൻ ഇതാ ബുദലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ചോഴൻ എക്സ്പ്രസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ട്രെയിൻ ആദ്യമായി ഓടി തുടങ്ങിയത് 2010 ഏപ്രിൽ 26-നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്രെയിൻ, ഈ ചോഴെന്നും പറയാം, ചോളെന്നും പറയാം. ഈ ചോഴൻ എക്സ്പ്രസിന് ഈ ഒരു പേര് കിട്ടാൻ കാരണം നമ്മുടെ ഈ ട്രെയിൻ കടന്നു വന്ന പ്രദേശങ്ങളെല്ലാം ഭരിച്ചിരുന്നത് ചോള സാമ്രാജ്യമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ട്രെയിൻ കിട്ടിയത്. കാരണം ഇങ്ങനെ പറയുവാണെങ്കിൽ നമ്മുടെ തഞ്ചാവൂർ, നേരത്തെ മധു തഞ്ചാവൂർ എത്തുമ്പോൾ നമ്മുടെ ചോളനായിട്ട് ഈ ട്രെയിനായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. വേറൊന്നുമല്ല, ചോള സാമ്രാജ്യത്തിൻ്റെ ഒരു തലസ്ഥാനമാണ് തഞ്ചാവൂർ. ഈ തഞ്ചാവൂർ, കുംഭകോണം, മയിലാടുതുറൈ ആ ഭാഗങ്ങളൊക്കെ ഭരിച്ചിരുന്നത് ഈ ചോള സാമ്രാജ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ട്രെയിൻ ചോളൻ എക്സ്പ്രസ് എന്ന ഒരു പേര് കിട്ടി. അടുത്ത സ്റ്റേഷനാണ് നമുക്ക് ഇറങ്ങേണ്ട ഡെസ്റ്റിനേഷൻ, അതായത് തിരുച്ചിറപ്പള്ളി. 33 കിലോമീറ്ററേ ഉള്ളൂ. ഇറങ്ങാനാവുമ്പോഴത്തേക്ക് തന്നെ ഒരു ചെറിയൊരു വിഷമം, കുറച്ചും കൂടെ പോയെങ്കിൽ അല്ലേ അത് തോന്നും. ഇവിടെ ഈ സ്വിച്ചിന്റെ ഇവിടത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ കണ്ട, ഇത് ബെൽ ബട്ടൺ ആണ്. ഇവിടെ ഡയറക്റ്റ് നമുക്ക് അറ്റൻഡറിനൊക്കെ വിളിക്കണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഇതിൽ അറ്റൻഡർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇത് കണ്ട നിൽന്ന്, അതെന്താ അറിയോ, അതിട്ട് കഴിഞ്ഞാല് ഇവിടെ കണ്ടില്ലേ, ഈ മൊത്തം ലൈറ്റ് ഓഫ് ആക്കുവാണെങ്കിൽ കണ്ടാ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ചെന്നൈ എഗ്മോറിൽ നിന്നും 401 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങളിതാ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം കറക്റ്റ് 3 മണി. 3 മണിക്കാണ് ഇവിടെ തിരുച്ചിറപ്പള്ളിയിലെത്തിയത്. ഇനി നമുക്കിതിൽ നിന്നിറങ്ങാം. നമുക്ക് ലഗേജൊക്കെ എടുത്ത് ഇറങ്ങാം. അങ്ങനെ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം സഫലമായിരിക്കുകയാണ്. ഫസ്റ്റ് AC കയറുക എന്നത് പണ്ട് മുതലേയുള്ള ആഗ്രഹമാണ്. ഇതേ ട്രെയിനിൽ തന്നെ ജനറൽ കയറിയിട്ടുണ്ട്, സ്ലീപ്പർ കയറിയിട്ടുണ്ട്. ഫൈനലി ഞങ്ങൾ ഫസ്റ്റ് AC കയറി. ഇനിയുണ്ടല്ലോ നമുക്ക് രാജധാനിയിൽ കയറണം എന്ന് ഒരുപാടായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത്. അത് വേറൊന്നുമല്ല, കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം 2 പേർക്ക് തിരുവനന്തപുരത്ത് നിന്ന് അസ്ര നിസാമുദ്ദീൻ വരെ 18,000 രൂപയുടെ അത്ര വരും. അതുകൊണ്ട് പിന്നെ ഫുഡൊക്കെ ഇൻക്ലൂഡ് ആണല്ലോ. നമുക്ക് അതിനും കയറാൻ വേണ്ടി ഭാഗ്യം എന്താ പറയുക സാധിക്കട്ടെ എന്ന് വിചാരിക്കാം. കാരണം ഇത് നമ്മുടെ ഭാഗ്യം കൊണ്ട് കയറിയല്ലോ. ഭാഗ്യമല്ല, നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് കയറി. അതെ. അപ്പോൾ എന്താ പറയുക, ട്രിച്ചി എത്തിയല്ലോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു യാത്രയൊക്കെ ഉണ്ട്, അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചോഴൻ എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് ക്ലാസ് AC യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ.